ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇസ്രായേൽ. ആണവ മിസൈൽ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുകയാണ്. ലക്ഷ്മി, തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു, അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഇപ്പോൾ വീണ്ടും ഇറാനിലൊരു ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ആക്രമണം ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളിലായിട്ടാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ആണവ പദ്ധതിയിൽ മുന്നറിയിപ്പുമായി ഇപ്പോൾ അമേരിക്കയും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി ധാരണയിലെത്തണമെന്ന് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധ ഭീഷണി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പരസ്പരമുള്ള ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളും മിസൈൽ ഫാക്ടറികളുമൊക്കെ ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗിലൂടെ നേരത്തെ തകർത്തിരുന്നു. ഇറാന്റെ സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒക്കെ ലക്ഷ്യമിട്ട് വളരെ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് പരസ്പരം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒരു യുദ്ധ സമാനമായ സാഹചര്യം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായും ലക്ഷ്മി, എന്താണെങ്കിലും ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ആണവ മിസൈൽ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടെഹ്റാനിൽ താമസിക്കുന്ന മലയാളിയായ വിദ്യാർത്ഥി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഫ്സൽ കോട്ടക്കലാണ് ചേരുന്നത്. അഫ്സൽ, ഈ ആക്രമണം എങ്ങനെയായിരുന്നു? ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? എന്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ വിദ്യാർത്ഥിയല്ല, ഒരു ബിസിനസ് ആവശ്യമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പൊ ഞാനുള്ളത് ടെഹ്റാൻ പാർട്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ ലോക്കൽ സമയം ഒരു 3:30 സമയത്താണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകളെല്ലാം പാനിക്കാണ്. ഏകദേശം ഞങ്ങൾ താമസിച്ച ടെഹ്റാന്റെ ഏകദേശം അടുത്തൊരു ഒരു ആണവ കേന്ദ്രം ഉണ്ട് അവരുടെ. അവിടെ എന്ത് സംഭവിച്ചു എന്താ ഒന്നും അറിയാൻ പറ്റില്ല. ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല. ഞങ്ങൾ ഹോട്ടലിലാണ് താമസം ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് പുറത്തുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. ഗൂഗിള് ഒന്നും ഇവിടെ ന്യൂസൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇടയ്ക്ക് വാട്സപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത് തന്നെ. അപ്പോൾ ഹോട്ടലിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും ഹോട്ടലിൽ അകത്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കിയപ്പോൾ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ സർവീസും ക്യാൻസൽ ചെയ്തെന്നുള്ള അറിവാണ് കിട്ടിയിട്ടുള്ളത്. അഫ്സൽ, ഈ മേഖലയിൽ മലയാളികൾ താമസിക്കുന്നുണ്ടോ? മാത്രമല്ല പൊതുവെ ഇന്ത്യക്കാർ ഉള്ള മേഖലയിലാണോ ഈ ആക്രമണം നേരിട്ടിരിക്കുന്നത്? ഇന്ത്യക്കാർ പൊതുവെ കഴിഞ്ഞ വർഷം വരെ ഇന്ത്യക്കാർ വളരെ കുറവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇന്ത്യൻ ഇവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏകദേശം 300 ആളുകളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇവിടെ ഇറാനിലേക്ക് വരാനുള്ള ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസ ആക്കിയതിനു ശേഷം ബിസിനസ് സാധ്യതകൾ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ബിസിനസ് ആവശ്യമായി ബന്ധപ്പെട്ട ആളുകളോട് വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വരെ ഇവിടത്തേക്ക് ഇറാനിലേക്കുള്ള വിസ കിട്ടണമെങ്കിൽ ഇറാൻ കൗൺസിലേറ്റിലൊക്കെ പോയിട്ട് നമ്മൾ വിസ അപ്ലൈ ചെയ്ത കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ വരാൻ വളരെ ബുദ്ധിമുട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫെബ്രുവരിക്ക് ശേഷം അതെല്ലാം കുറച്ചുകൂടി ഈസി ആയത് ഇന്ത്യ ഗവൺമെന്റും ഇവരും തമ്മിലൊരു കാരണം ഈസി ആയതുകൊണ്ട് ആളുകൾ എന്തും സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവും. ഇന്ത്യൻ ആളുകൾ മലയാളികൾ പൊതുവെ കുറവാണ്, എങ്കിലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇന്ത്യൻ എംബസിയിൽ ഇവിടെ ബന്ധപ്പെട്ട സമയത്തൊക്കെ ഉണ്ട്, മലയാളികൾ പലരും വരുന്നുണ്ട്, ബന്ധപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ ഒരു വേറെ മലയാളി കൂടെ ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. കാരണം അവരൊന്നും ആരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നെറ്റ്വർക്കൊക്കെ ജാമാണ്. മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ജാമായി കിടക്കുകയാണ്. ഈ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ ഏത് തരത്തിലാണ്? നിങ്ങൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാകുമല്ലോ. സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഇന്ത്യൻ എംബസി എത്തരത്തിലാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്? രാവിലെ തന്നെ നാട്ടിലെ നോർക്കയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അവസ്ഥകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ പിന്നെ അപ്ഡേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അവരും പെട്ടെന്ന് നോക്കുന്നുണ്ടാവും. ഫ്ലൈറ്റ് സർവീസ് ആയിരിക്കും, പക്ഷെ അത് താൽക്കാലികമായി തടഞ്ഞു വെച്ചത് കൊണ്ട് ഇനി എന്തായിരിക്കും എന്നുള്ള ഇവർക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. ഈ എംബസിയുമായി ഏതൊരു സാഹചര്യത്തിലും ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ? എംബസിയുമായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഉള്ള സാഹചര്യങ്ങളാണോ ഒരുക്കിയിരിക്കുന്നത്? നോർക്കയിൽ ഞാൻ വിളിച്ചിട്ട് എന്റെ ഇന്ത്യൻ നമ്പർ ഇവിടെ ആക്റ്റീവ് ആണ്. ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ബന്ധപ്പെടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അവര് അതിലുള്ള ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ മലയാളികൾ എത്ര പേരുണ്ട് എന്നൊക്കെ അറിയാനുള്ളൊരു സൗകര്യം അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളും താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് അത്ര സീരിയസ് ആയിട്ട് അവർ കാണുന്നില്ല എന്നുള്ള ഹോട്ടൽ ജീവനക്കാരോടൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ അവര് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവം ആയതുകൊണ്ട് അവർ അതിന് അത്ര വലിയൊരു ഇതായിട്ട് കാണുന്നില്ല. അഫ്സൽ, അവിടുത്തെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ഇക്കാര്യത്തെ ഇടപെടുന്നത്? വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്? നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവര് കാരണം തിരിച്ചയക്കും എന്നുള്ള ലെവലിലാണ്. കാരണം അവര് വർഷങ്ങളായിട്ടുള്ള അവരുടെ പക അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും എന്നുള്ളൊരു ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ആളുകളുടെ അടുത്തുനിന്നുള്ള സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. കൂടുതൽ വാർത്തകളും അതൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടുത്തെ ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് നെറ്റ്വർക്ക് ഒക്കെ ജാമായത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇനി വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ഏതു വിധേനയാണ് അത് അറിയുന്നത്? അതായത് അറിയാൻ പറ്റുന്ന ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഫ്രണ്ട്സുകളുടെ അടുത്തുനിന്നുള്ള സ്റ്റാറ്റസ് കൊണ്ടും അവരയക്കുന്ന ഓരോ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. ചിലതൊന്നും ഗൂഗിളൊന്നും ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബില്ല, ഒന്നുമില്ല. വാട്സപ്പ് കിട്ടുന്നുണ്ട്. വാട്സപ്പിലുള്ള സ്റ്റാറ്റസുകളും മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അതാണ് വലിയൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളത്. എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്നുള്ളതോ കാര്യങ്ങളൊന്നും ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്നുള്ള നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നതും അവരയച്ചു തരുന്ന വീഡിയോസ് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ഉള്ളൊരു അറിവ് മാത്രമേ ഇപ്പൊ കിട്ടുന്നുള്ളൂ. ശരി, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. അഫ്സൽ കോട്ടക്കൽ എന്നയാളാണ്, ടെഹ്റാനിൽ താമസിക്കുന്ന മലയാളിയാണ്. ഈ ഘട്ടത്തിൽ നമ്മളോട് അവിടുത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചത്.